അവനെ മുളയുടെ ഇല വെട്ടിക്കളയാൻ സമ്മതിക്കാറില്ല. എന്താ ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോ അവന് സൗകര്യായി. അപ്പൊ അവിടെയുള്ള ആ ബീർ കുപ്പിയോ? ഉറപ്പല്ല, അവൻ തന്നെ കുടിച്ചതാ. ഇന്ന് അവന്റെ അന്ത്യമായിരിക്കും. അവന്റെ പുറം പൊളിച്ചിട്ടേ ഉള്ളൂ കാര്യം. കൊല്ലണമ്മേ. ഒരു മണി പ്ലാന്റ് അച്ഛനും കൂടെ കൊടുത്താലാ? അച്ഛനും കൂടെ കുറച്ച് പൈസയൊക്കെ അങ്ങ് വരട്ടെ. കൊള്ളാം. അമ്മേ, ഈ മണി പ്ലാന്റ് നടലൊക്കെ ഇവന്റെ വെറും ഉടായിപ്പമ്മേ. നീ കാണിച്ചു വെച്ചതിന് തല്ലുവല്ല ചെയ്യണ്ട, കൊന്നു കുഴിച്ചു മുഴുവാണ് ചെയ്യേണ്ടത്. ഞാനെന്ത് കാണിച്ചു? ഞാൻ എന്ത് കാണിച്ചെന്ന് പറ. ഇതെന്നാ ഉണ്ടക്കണ്ടോട് ഇങ്ങനെ നോക്കുന്നു? ചോദിക്കും നിങ്ങളെ മോനോട്. മുറ്റത്തെ മുളയുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ആരും കാണാതെ ഇങ്ങനെ തിരിടി ഒളിപ്പിച്ചു വെച്ചിരുന്നു. നീ പിന്നെ നീ അല്ലാതെ നിന്റെ അച്ഛനാടാ കൊണ്ടുവച്ചത് ഇത്? ചില അച്ഛനായിരിക്കും. നീ ചേട്ടൻ എന്റെ പേരിലാണോ വെക്കുന്നത്? പിന്നെ ഞാൻ വെക്കുന്ന അച്ഛൻ കണ്ടോ? ഞാൻ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. പിന്നെ അമ്മ കണ്ടോ ഞാൻ കൊണ്ട് വെക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഓനെ ഞാൻ കൊണ്ട് വെച്ചത് കണ്ടെന്നോ ഇങ്ങനെ കഥ അടിച്ചിറക്കുന്നത്? ഞാൻ കണ്ടല്ലോ നീ അതിൽ കൂടെ കറങ്ങി അടിച്ചിറക്കുന്നത്. കേട്ടല്ലോ. അവിടെ വന്നിരിക്കുന്ന വെള്ളം അടിക്കാനാ? നിന്റെ കബോർഡിൽ നിന്ന് ബീറും കുപ്പി കിട്ടിയപ്പോ തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലായി. എന്റെ പൊന്നാച്ച, ഞാനിതെല്ലാം പറയിക്കൊണ്ട് വന്ന് ഈ മണി പ്ലാന്റ് നട്ടു വെക്കാൻ വേണ്ടിയാ ബീറും കുപ്പിക്കാതെ, അല്ലാതെ വെള്ളം അടിക്കാനൊന്നും അല്ല. വെറുടായിപ്പമ്മേ. ഇതെന്ത് കഷ്ടമാ. നിങ്ങൾ ആദ്യം ബീറും കുപ്പി കണ്ടിട്ട് പറഞ്ഞു ഞാൻ ബീർ അടിക്കുമെന്ന്. ഇപ്പൊ ഞാൻ വെള്ളം അടി. നാളെ നീ ഞാൻ കഞ്ചാണെന്ന് പറയില്ല. എടാ ദുശീലം ഉണ്ടാക്കരുതരാ. ഈ വൃത്തികേടെ കാണിക്കുന്നോണ്ടാ നിന്റെ പേരിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. നീ കള്ളുടിച്ചോണ്ടല്ലേ? നീ വീട്ടിൽ എന്തോ അടി കാണിച്ചത്? ഞാനെന്നാ പറയണ്ട, ഒരു ശകലം ബീർ കുടിച്ചാല് ഞാനും സമ്മതിച്ചില്ലേ? നീ കുടിച്ചിട്ട് നീ സമ്മതിച്ച? ചെയ്യാത്ത കാര്യം എന്തിനെ സമ്മതിക്കണം? നീ എന്താ പിന്നെ മുളയുടെ ചില്ല വെട്ടാൻ വേണ്ടി സമ്മതിക്കാത്തത്? ആ മുളയുടെ ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞ അത് കരിഞ്ഞു പോവില്ലേ? അത് മൊത്തം നശിച്ചു പോവും. ഇനി എന്തോന്ന് നശിക്കാനാ? പോടി. ഇനിയെങ്ങാനും നീ കുടിച്ചെന്ന് ഞാൻ അറിഞ്ഞ സഞ്ജു, നിന്നെ ഞാൻ വെച്ചേക്കൂല. പൊന്നു മോനെ, മനസ്സിലായോ? കഴുത രാമ, ഞാൻ വല്ലപ്പോഴൊക്കെ 1-2 അടിക്കും. പക്ഷെ ഈ വീടിന്റെ മതിൽക്കകത്ത് ഞാൻ ഇന്ന് വരെ കുപ്പി കൊണ്ട കയറിയിട്ടില്ല. നിനക്കെന്ത് ധൈര്യമാടാ? ഒരമ്മ, ഒരു മുത്തശ്ശി, 2 പെങ്ങന്മാര്, ഇവരൊക്കെ ഉള്ള വീട്ടിലാണ് കുപ്പി കൊണ്ട് കയറുന്നത്. അച്ഛ ഞാനല്ല അച്ഛ, സത്യമായിട്ട് ഞാൻ അടി. നീ തന്നെ മിണ്ടരുത് കള്ളുകൂടിയൻ. നീ അച്ഛനേലും വലിയ കള്ളുകൂടിയനായാലോടാ. പോടി. നീ പോടാ കള്ളുകൂടിയാ. നീ പോടി കള്ളു. ഇതെന്തിനാ കളയുന്നത്? ഇല്ല, കളയുന്നില്ല. അലമാരയിൽ എടുത്തു വെക്കാം. അലമാരിയിൽ എന്തിനാ വെക്കുന്നത്? നമുക്ക് വല്ല കുടിയന്മാർക്ക് കൊടുത്താ പോരെ? ആ കുടിയ നിങ്ങളായിരിക്കും അല്ലേ? എന്റെ കാര്യം വീട്ട് നമുക്ക് വേണുകൂട്ടന് കൊടുത്താലോ? ഒരു കോണുകുട്ടനും കൊടുക്കണ്ട. കളഞ്ഞു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് പോയി കുടിച്ചോ. നിന്റെ തന്ത ഒന്ന് കുടിക്കും. നിങ്ങൾ അച്ഛനും മകനല്ലേ ഇപ്പം കുടിച്ചു നടക്കുന്നത്? വെറുതെ എൻ്റെ അച്ഛനെ പറയരുതേ. എടി, ഈ നാട്ടിലെ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്ന 1 കോടി ജനമുണ്ട്. അവരൊക്കെ നിന്നെ പ്രാങ്കുടി. ഒരു കുടിയന്റെ രോദനം. അതെടി രോദനവാ. ആര് വാങ്ങിച്ചാലും ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം ഇല്ലയോ? അതിങ്ങനെ കളയാവോ? അല്ല, നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളാണ് അത് അവിടെ വാങ്ങിച്ച് ഒളിപ്പിച്ചു വെച്ചതെന്ന് തോന്നല്ലോ. ഞാൻ വാങ്ങിച്ചു വെച്ചോന്നു. പിന്നെ നീ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? ആരൊറഞ്ഞു കളി? തുള്ളാത്തതാ നല്ലത് അച്ഛനും മകനും. ഞാൻ കണ്ടുപിടിച്ചോളാം. അവക്ക് സംശയമുണ്ട്. യോ, അതെന്റെ തല വരുന്നതിന് അവന്റെ തലയെ കൊണ്ട് വയ്ക്കണം.